ഇറാന്റെ സ്ട്രാറ്റജി സാർ എങ്ങനെയാണ് കാണുന്നത്? ഒറ്റ വാക്കിൽ ഇറാന്റെ സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ വിശദീകരിക്കാം? ഇറാന്റെ സ്ട്രാറ്റജി ബേസിക്കലി എൻ്റെ അഭിപ്രായത്തിൽ അവർക്കൊരു വലിയ ഐഡിയോളജി ഉണ്ട്. അതിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ആ ഐഡിയോളജി വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. അതിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ആക്ച്വലി ദ സ്ട്രാറ്റജി ഈസ് ഡിഫെൻസീവ്. അവർക്ക് ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ളതാണ്. പക്ഷെ അവരെ പിന്തുടർന്ന് അവർ നിലനിൽക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള മാക്സിമം പ്രഷർ എന്ന് ട്രംപ് പറയത്തില്ലേ, ആ സ്ട്രാറ്റജിയാണ് അവരെടുത്തിട്ടുള്ളത്. അപ്പോഴവർക്ക് ചെറുക്കേണ്ടി വന്നു. ആ ചെറുക്കുന്നത് തന്നെയും അതൊരു ഡിഫെൻസീവ് ടോണിലായിരുന്നു ചെയ്തിരുന്നത്. ഇവർ ഒഫെൻസീവിലായിട്ട് പോകുന്നത് ഇത് കൈവിടാനുള്ള സാധ്യതയുണ്ട്, നിയന്ത്രണം വിട്ട് പോകുമെന്നുള്ള സാധ്യതയുണ്ട്. ഒരു ജൂൺ മാസത്തോടു കൂടിയെന്ന് പറയാം ഇവരുടെ സ്ട്രാറ്റജി. ഞാൻ അവരുടെ ഭാഷ മാറുന്നതായിട്ട് കണ്ടു. ഇറാന്റെ അവരുടെ ഭാഷ മാറുന്നത് ഒരു ഒഫെൻസീവ് സ്ട്രാറ്റജിയിലേക്ക്, അതായത് പ്രതിരോധത്തിൽ നിന്ന് ആക്രമണ രീതിയിലേക്ക് അവർ മാറി. അപ്പോൾ ഇത് അങ്ങനെ വിട്ടുകൊടുക്കാവുന്ന ഒരു സംഗതിയല്ല. ഇത് നമ്മൾക്ക് അവരെ വ്രണപ്പെടുത്താവുന്ന രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളൊരിത്. അതിൽ നിന്ന് നോക്കൂ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പോഴവർ കണ്ടീഷൻസ് സ്റ്റിപ്പുലേറ്റ് ചെയ്യുകയാണ് ഹോർമുസിന്റെ കാര്യത്തില്.